മഴയ്ക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ഈ ഭാര്യയെ ഒന്ന് കണ്ടു നോക്കൂ. ഭാര്യ മാത്രമല്ല, അമ്മയും അമ്മുമ്മയുമാണ് ഇവർ. പ്രായത്തിന്റെ പരിമിതികളെ അതിജീവിച്ച് ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിന് കാരണമെന്താകാം? കാണാം നമുക്ക് ഉഷയുടെ. രാജു പറയുന്നതെല്ലാം നമ്മൾ കേട്ടു. രാജു പറഞ്ഞത് കേട്ടത് രാജു ഒരു വശത്ത് യാതൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും രാജുവിൻ്റെ ഭാര്യയായ ഉഷ അവരൊരു സ്ത്രീയാണ്. അവർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണോ എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. ഉഷയെ വിളിക്കാം. ഇയാളറിയാമോ? അറിയാം. ആരാ? ഭർത്താവ്. ഭർത്താവ് ആണോ? പിന്നെ എന്താ നിങ്ങൾ അയാളുടെ കൂടെ താമസിക്കാത്തത്? അയാൾ നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോലീസിൽ വരയ്ക്കാൻ കംപ്ലൈന്റ് കൊടുത്ത് എല്ലാം ഓടി നടക്കുന്നുണ്ട്. കംപ്ലൈന്റ് കൊടുത്ത് വിളിപ്പിച്ച് പോവുകയും ചെയ്തല്ലേ ഞങ്ങൾ. ഇരേപുരം സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. എന്താ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കാണല്ലോ. നമ്മുടെ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. ഉഷയ്ക്ക് എന്താ പ്രശ്നം? എനിക്ക് മാനസികമായിട്ട് എനിക്ക് അയാളോട്ട് താല്പര്യപ്പെട്ടു പോകാൻ എനിക്ക് മനസ്സില്ല. 25 കൊല്ലം ജീവിച്ചില്ലേ? എല്ലാം ചെയ്യും. എന്തിനാ അടിക്കുന്നത്? നിസ്സാര പ്രശ്നം മതി, ശകല പ്രശ്നം. ഒരേ ഒരു ഉദാഹരണം പറയൂ. ഉദാഹരണം എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഇല്ലാതായാലും അല്ലാതായാലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടും ഞാൻ ശരിക്കടിയുണ്ട്. ഇപ്പം 10 വർഷം കൊണ്ട് ഈ പ്രശ്നം ഞങ്ങൾ മറ്റുള്ള ഒരു ദുഷ്ടതയോട് ഞാൻ കടന്നിരിക്കുകയാണ്. ആ 10 വർഷം കൊണ്ട് അതിലേറെ ഉപദ്രവം ഞാൻ സഹിക്കുന്നുണ്ട്. അല്ലാതെ കല്യാണം കഴിച്ച ഇടയോട്ടെ എന്നെ അടിക്കും. ആണോ രാജു? ഞാൻ പറയില്ലേ, നേരത്തെ ഒരു വാക്ക് പറയില്ലേ, അങ്ങനെ നമ്മൾ കളിയുടെ ഇതിൽ നമുക്ക് അടിയുള്ളൂ. പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിടിക്കാത്ത കാര്യം പറയുമ്പോൾ ഒരടി കൊടുക്കും. അപ്പോഴേ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യും. ആ സമയം അതെന്തിനാ പെണ്ണുകൾ അടിക്കുന്നത്? ചിലപ്പോൾ തിരിച്ചടിക്കാമല്ലോ. നിങ്ങൾ അങ്ങനെ അടിക്കാൻ പാടില്ല. ഏതാണോ അടിക്കാൻ പാടില്ല പെണ്ണുങ്ങളെ? ഒരാണാണ് ഞാൻ വലിയവനാണെന്ന് കാണിക്കാനുള്ള അടി നടക്കില്ല, ഇനി നടക്കില്ല, നടക്കാൻ പാടില്ല. ഒരടിയും രണ്ടടിയും ഒന്നും അല്ല അയാൾ ചവിട്ടത്തേക്ക് അയാൾ ഏത് രീതിയും ചെയ്യും. ഒരടിയും രണ്ടടിയും ഒന്നും അല്ല അയാൾ അടിക്കുന്നത്. അതൊക്കെ ഒന്ന് കല്യാണം കഴിച്ചിട്ട് ചെലവിനൊക്കെ കാശ് കൊടുക്കോ? ചെലവിന് ജോലിക്ക് പോയാൽ തരും, ഇല്ലെങ്കിൽ എത്ര കാലം പോയാലും വീട്ടിലിരിക്കും. കല്യാണം കഴിച്ചതാണ്. അത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അതും കള്ളത്തരം പറഞ്ഞിട്ടാണ് എന്നോട് പറയട്ടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് 28 വർഷം മുമ്പ് കല്യാണം കഴിച്ചു. അത് പെണ്ണ് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് തീർന്ന് 3 വർഷം ആയപ്പോഴത്തേക്ക് ഇവിടെ മാമൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊച്ചിനെ നോക്കണം, എന്റെ സത്യങ്ങൾ മൊത്തം ഞാൻ പറയണം. പറഞ്ഞോണ്ടാ കല്യാണം കഴിച്ചത്. ഞാൻ പറയട്ടെ ആളറിയില്ല. അവൻ ഇവിടെ മാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ശരിയാക്കുമെന്ന്. റെഡി എന്ന് പറഞ്ഞു. ഞാൻ അറിയില്ല അവന്റെ പെങ്ങളെ മോളെയാണ് നോക്കുന്നതാണ്. വന്ന് കണ്ടെല്ലാം റെഡിയായി എല്ലാം കഴിച്ചതിന് ശേഷം കല്യാണം മാമൻ പറഞ്ഞില്ല നിങ്ങളോട്? ഇല്ല, ആരും പറഞ്ഞില്ല, അയാളും പറഞ്ഞില്ല. അല്ല, ആ ഭാര്യ എവിടെ പോ? അത് പോയി. അതെന്ത് ചെയ്യുന്നു? ജോലിയുണ്ട്, ചെറുക്കൻ അവരെല്ലാം കേൾപ്പ് ടീമുകള് വേറെ കല്യാണം കഴിഞ്ഞ ജീവിതത്തിൽ അവരായി. ആ കാര്യം കഴിഞ്ഞു. അത് നിങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള ഒരു കാര്യം. അത് നിങ്ങളുടെ മാമനോട് പറഞ്ഞു കഴിഞ്ഞു. അക്കാര്യത്തിനെ പറ്റി വിടൂ. ആദ്യവിവാഹം ഒഴിഞ്ഞോ? കഴിഞ്ഞു എന്നുള്ളത് എപ്പോഴാണ്? അന്ന് രാത്രി എന്റെ അടുത്ത് പറഞ്ഞു കല്യാണം കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കണം. പിന്നെ 2 ദിവസം കഴിഞ്ഞു കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു. കുഞ്ഞിനെ? ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു, അതില് ഒരു പൊടി കുഞ്ഞുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. നന്മയല്ലേ? അയാളുടെ കുഞ്ഞിനെ അയാൾ റോട്ടിൽ എറിഞ്ഞുകൊണ്ട് വന്നില്ലല്ലോ. അത് അയാളുടെ നന്മയല്ലേ? കൊണ്ടുപോയിട്ട് കൊണ്ടാക്കി ഒരു വീട്ടിൽ. ശരി, കൊണ്ടാക്കിയല്ലോ. അത് വേറെ കാര്യം. നിങ്ങള് ഈ കല്യാണത്തിന്റെ കാര്യം പറയരുത്. കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കുഴപ്പമാണെങ്കിൽ ആദ്യത്തെ രാത്രി അയാൾ നിങ്ങളോട് പറഞ്ഞു, അന്ന് തന്നെ പോടാന്ന് പറഞ്ഞു നിങ്ങൾ പോയെങ്കിൽ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ അതെല്ലാം ക്ഷമിച്ച് നല്ലൊരു ഭാര്യയായിട്ട് 25 കൊല്ലം നിങ്ങൾ ജീവിച്ചു. എന്നിട്ട് എന്താ ഇപ്പൊ? എന്താ സ്നേഹിച്ച സ്നേഹമൊന്നും എനിക്ക് അറിയാവൂ, നാട്ടുകാർക്ക് ആരും അറിയത്തില്ല. അയാളെ സ്നേഹം എനിക്ക്. അതെന്താ സ്നേഹം? അടിയാ? തല തല്ലിച്ച് വെച്ച് ഇവിടെ നാശമാക്കി വെച്ചേക്കാണ്.
അതെന്നാ അടിക്കാൻ തെറ്റ് കണ്ടടിച്ചാൽ വേറെ, അത് പിന്നെ തെറ്റ് കണ്ടടിച്ചാൽ ഈ നെറ്റ് ഇവിടെ പൊട്ടിയത്, ഇവിടെ 5 തയ്യൽ. അതെന്നടിച്ചത്? എന്നടിച്ചത്? ഇത് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപാട് നാള് പിന്നെ പട്ടിണിക്ക് ഇട്ടങ്ങ് വെറുതെ പട്ടിണിക്ക് ഇട്ടേക്കും. അല്ല, അതിനൊക്കെ വേറെ നിയമപരമായിട്ട് ഒരുപാട് റെമഡീസ് ഉണ്ട്. അമ്മയും വീട്ടിൽ ആൾക്കാരെല്ലാം എന്താ ഒഴിയാൻ 2-3 വട്ടം ഒഴിയാൻ പറഞ്ഞതാണ്. മോനെ വയറ്റി ജനിച്ച് അന്നോട്ടെ കൂടെ ഒരു പറക്കി കെട്ടിപ്പോക്ക് അങ്ങ് പോവും, എവിടെയെങ്കിലും പോകണമെന്നും പറഞ്ഞ്. അല്ല, രാജു വളരെ സ്നേഹമായിട്ട് നിങ്ങളെ പട്ടിണി കിടക്കുന്ന കണ്ടിട്ട് പോയി ഊണൊക്കെ മേടിച്ചോണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ലേ രാജു? അതൊക്കെ ചെയ്തിട്ടില്ലേ? കാരണമില്ലാതാണോ അടിക്കുന്നത്? ആ, ഒരു കാര്യമില്ലാതെ അടിക്കും. നിസ്സാര പ്രശ്നങ്ങൾ, നിസ്സാര ഇത്ര തുമ്പ് പ്രശ്നങ്ങൾ കാര്യമില്ലാതെ അടിക്കും സാറേ. നിങ്ങൾക്ക് 2 മക്കളുണ്ടല്ലേ? ആ മക്കളൊക്കെ എങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങളോടുമായി സംസാരിക്കുന്നുണ്ടോ? മോള് സംസാരിക്കില്ല, മോനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണം സംസാരിക്കില്ല. മോള് സംസാരിച്ചു. മോള് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇയാള് വേണ്ട നിങ്ങൾക്ക്? എനിക്ക് വേണ്ട, ഞാൻ വേണ്ട. കാരണം എന്താ? കാരണം എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യം പറയും. പീഡനം സഹിക്കാൻ വയ്യ, ഞാൻ സഹിക്കത്തില്ല. മരിച്ചാലും ഞാൻ പോകൂല. ഇനി അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ മറ്റൊരാളുമായിട്ടുള്ള അടുപ്പം വന്നതിന് ശേഷമാണോ തുടങ്ങിയത്? അല്ല, അതിന് മുമ്പേ ദ്രോഹിക്കും. അയാളുടെ പേരെന്താ? ഉണ്ണി. ഉണ്ണിയെ എത്ര കൊല്ലമായിട്ട് അറിയാം? ഞങ്ങൾ 10 കൊല്ലമായി ഇപ്പം സഹകരിക്കാൻ തുടങ്ങിയിട്ട്. 10 വർഷമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തില്ല. നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇപ്പൊ 1 കൊല്ലമായി, 1 മാസം ആയുള്ള നിങ്ങൾ ഓടിപ്പോയിട്ട്. ഇപ്പൊ ഈ 10 കൊല്ലം നിങ്ങൾ ഇയാളെ ചതിക്കായിരുന്നോ? 10 കൊല്ലം ഇയാളെ വെച്ചോണ്ടാണോ? ഒരു ഭർത്താവിന് വെച്ചിട്ടാണോ നിങ്ങൾ 10 കൊല്ലം ഒരാളെ ചതിച്ചോണ്ടിരുന്നത്? അതന്നെ എത്ര ഒരു ന്യായമാണോ അതൊക്കെ? പറയോ? ഒരാളെ, അവൻ ആരായിക്കോട്ടെ, ഒരു ഭർത്താവല്ലേ, 10 കൊല്ലം നിങ്ങൾ ഇയാളെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതന്നെ വലിയ ശിക്ഷയല്ലേ? അപ്പൊ ഈ അയാളാണോ കുറ്റം? അതായത് അയാൾ അടിച്ചു, അല്ലെങ്കിൽ അയാൾ ആദ്യത്തെ നൈറ്റിൽ വന്ന് വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരും കാരണം പറ. എന്ത് കാരണമായാലും ശരി, ഭർത്താവിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളും അയാളും ചേർന്ന് ഇവർ തിരിച്ചടിച്ചില്ലേ? അയാൾ ഇയാളുടെ കാലിൽ കടിച്ചില്ലേ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ല. എന്നെ കടിച്ചില്ലേ? അതിനെപ്പറ്റി എനിക്കറിയില്ല സാറേ. നിങ്ങളെല്ലാം അടിച്ചത്, നിങ്ങളെല്ലാം കൂടിയല്ലേ അടിച്ചത്? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. എന്നെ ചതച്ചോ ഞാൻ ഇരുമ്പ് പോലെ അവിടെ ഒന്ന് കൊണ്ടോണ്ട് നിന്നേ ഉള്ളൂ. ഈ നിറത്തില എന്നെ അടിച്ചത്. ഇത്രയും പാട് ഇവിടെ വയനാട്ട് ആശുപത്രിയിൽ. ആണാണെങ്കിൽ വെട്ടി 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 കൊന്നാ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അല്ല, കൊന്നാ ഈ ആൾ പാവമായതുകൊണ്ട് നിങ്ങൾ ചുമ്മാതി വിട്ടിരിക്കുകയാണ്. പാവൊന്നുമല്ല, അയാൾ പാവമല്ല. ഇവരടിച്ചില്ലേ നിങ്ങളെ? ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ അടിച്ച് അവരടിച്ചു. എന്റെ 2 മക്കളാണ് സത്യം. ഞാൻ ചെയ്തിട്ടില്ല സാറേ. മക്കളാണ് സത്യം. ഞാൻ ചെയ്തിട്ടില്ല. അയാളെ ഞാൻ അടിച്ചിട്ടില്ല. മറ്റേ രക്ഷപ്പെട്ട് വിട്ട്. അല്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാ 10 കൊല്ലമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലേ? ഇങ്ങനെ ബന്ധം നടത്താനോ? എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ തോന്നി. തെറ്റല്ലേ ഇതൊക്കെ? തെറ്റായിട്ട് എന്റെ മനസ്സിൽ തോന്നി. 10 കൊല്ലത്തിന് മുമ്പേ നിങ്ങൾ ഇയാൾ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഡൈവോഴ്സ് ഉപേക്ഷിച്ച് പോയെങ്കിൽ നിങ്ങളൊരു നല്ല ആളാണ്. അയാൾ ഒഴിയത്തില്ല. അയാൾ ഒഴിയാവാതെയായിട്ട് നിങ്ങൾ പോയി ഇപ്പൊ പോയതുപോലെ അന്നേ പോവാമായിരുന്നില്ലേ? അന്ന് പോവാൻ നോക്കിയപ്പോ കുറച്ച് ആ കുഞ്ഞുങ്ങൾ, മറ്റേ കുഞ്ഞുങ്ങൾ വെച്ചുകൂടെ ആവട്ടെ, ഒരു 15 വയസ്സായില്ല. അതിനു വേണ്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇയാളെ പറ്റിക്കാണോ? ഇയാൾ നീരായിട്ട് എന്നെ പേടിപ്പിക്കുന്ന എല്ലാം എന്റെ വീട്ടുകാർക്ക് എല്ലാം അറിയാം. പക്ഷെ അവരാരും വരത്തില്ല. എല്ലാ രീതിയിലും അയാൾ ഏത് രീതിയിൽ, ഏത് വൃത്തിയുടെ ഭാഷ അയാൾ പറയും. ഏത് വൃത്തിയുടെ രീതി പ്രവർത്തിക്കാൻ ഞാൻ തെറ്റ് ചെയ്തായിരുന്നിട്ടും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്തായിരുന്നിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട് സാറേ. സഹിച്ചിട്ടില്ല. അയാൾ പാവമൊന്നുമല്ല, ഒരിക്കലും പാവമല്ല. എന്തുകൊണ്ട് പറയും? എനിക്കറിയത്തില്ല. ഒരു ന്യായം പറയും. പല ന്യായങ്ങളും ഉണ്ട്. ഒരു ന്യായം പറയും. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നിട്ട് നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. അതുപോലെ ഇങ്ങനെ കുറിച്ച് എന്നെ സ്നേഹിച്ചിട്ടുമില്ല, എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളു. എന്നെ എപ്പോഴും പറയാനും കളിയാക്കും. ഞാനായിട്ടൊരു മിണ്ടല്ല. ജോലി ചെയ്ത് പൈസ പോകുന്ന സമയത്ത് കൊണ്ടിട്ട് വരും. ആ ഒരു ഉത്തരവാദിത്വം അല്ല, മറ്റൊരു ഉത്തരവാദിത്വം. പൈസ മാത്രമാണോ ഒരു ജീവിതം? പൈസ മാത്രമാണ് ജീവിതം. വേറെ ഒരാളുടെ 10 കൊല്ലങ്ങളായിട്ട് നിങ്ങൾ വേറെ ഒരാളോട് അങ്ങ് ജീവിക്കില്ല. ഞാനും ഒരു മനുഷ്യൻ തന്നെ. എനിക്കൊരു സ്നേഹം കിട്ടുന്നത് ഞാൻ അങ്ങോട്ട് ചായ്മാനം പറ്റി. സ്നേഹത്തിലോട്ട് ഞാൻ ചാഞ്ഞു. ഉഷയ്ക്ക് ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. ഇവരുടെ ജീവിതത്തെ കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങൾ വിചാരിച്ചു? അവരുടെ ജീവിതം തിരക്കി സാറേ. അവരവരുടെ ജീവിതം തിരക്കി പോയല്ല. എന്ത് നാണക്കേട് അമ്മ ഇങ്ങനെ ഒരാളോട് ഓടിപ്പോയി. അത് കുഴപ്പമില്ല, ഇയാളെ ഡൈവേഴ്സ് ചെയ്ത് ഇയാൾ വേണ്ട എന്ന് വെച്ചിട്ട് പോയാൽ അത് വേറെ കാര്യം. അത് ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നിയില്ല. അത് ചെയ്യത്തില്ല. എന്ത് ഇപ്പൊ എങ്ങനെ നടന്നു? ഇത് 10 കൊല്ലത്തിന് മുമ്പ് നടക്കാമായിരുന്നില്ലേ? ഒരു മക്കൾക്ക് വേണ്ടി അമ്മ എന്ന് പറയുന്ന സ്ത്രീ വേണ്ടെന്നായി.
മക്കൾക്കും മക്കളുടെ ആവശ്യം തിരക്കി അവർ പക്ഷെ ഇപ്പൊ ഉണ്ണിയുടെ ഭാര്യയെ സംബന്ധിച്ച് നിങ്ങളൊരു ക്രിമിനൽ കുറ്റം ചെയ്തോണ്ടിരിക്കുകയല്ലേ? അവർക്ക് അവരുടെ ജീവിതവും കളഞ്ഞില്ലേ? അവരുടെ ജീവിതം കളഞ്ഞ അവർക്ക് വേണ്ട, അവർക്ക് വേണ്ടെന്ന് അവർ എഴുതി വേണ്ടാന്ന് വരാൻ കാരണം നിങ്ങളാണെന്നാ പറയുന്നത്. തന്നെ നിങ്ങൾ തന്നെയാണ്. ശരി, ഇയാൾ എന്താ ചെലവിന് കൊടുക്കുന്നില്ല, അടിച്ചു. അയാൾ ചെലവിന് കൊടുക്കാതെ ഭക്ഷണങ്ങളും വെള്ളം കയറി പരിക്കാതിരിക്കുമല്ലേ, പട്ടിണി ഇട്ടേക്കുന്ന ഭക്ഷണങ്ങളും എന്റെ ആൾക്കാരടുത്ത് വിടത്തില്ല. എന്റെ സ്വന്തക്കാരല്ല, അയാളെ സ്വന്തക്കാരില്ല, ഇങ്ങനെ ഒരു ആൾക്കാരും ഇല്ല. എന്റെ വീട്ടിൽ എന്ത് കാര്യങ്ങളും വിശേഷം അയാൾ എന്നെ വിടത്തില്ല, അയാൾ വിടത്തില്ല. ഒരു ചാക്കാല വന്ന കല്യാണം വന്ന അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലാണോ? മാത്രമേ ഞാൻ വീട്ടിലിരിക്കും. ഒരു നിമിഷം ഓരോരുത്തരായിട്ട് സംസാരിക്കും. ഉഷ ആദ്യം സംസാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഇവരിൽ നിന്നും നിങ്ങൾ പിരിഞ്ഞു പോകണം. അത് നിങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ആരോടെ വേണം പോയിക്കോ. പക്ഷെ ഒരു ഭർത്താവെന്ന് ഒരുത്തനെ വെച്ചോണ്ട് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അല്ല, അയാളെ നല്ലപോലെ നോക്കുന്നുണ്ടോ? നിങ്ങളെ നല്ല ചെലവിനെ കൊടുക്കുന്നുണ്ടോ? ജീവന് തുല്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. നല്ല അയാൾക്ക് ഭാര്യ മക്കളൊക്കെ വിട്ടു, എല്ലാരെയും വിട്ടു. ഇനി അയാൾ അവർ തിരിച്ചു വന്നപ്പോ നിങ്ങൾ അടിച്ചോട്ടിക്കില്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇല്ല, എനിക്ക് ഉറപ്പുണ്ട്. അതൊന്നും പറയണ്ട. എന്റെ അമ്മ അങ്ങനെ വന്നാൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കഴിഞ്ഞ് കൽപ്പിച്ച് തന്നെ ഞാൻ ഇറങ്ങിയത്. ഇത് രണ്ടും എന്റെ മനസ്സിൽ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ചിട്ട് ചെയ്തതാ. ഈ ഏതെങ്കിലും ഇത് വരുമെങ്കിൽ ഞാൻ എന്റെ മരണേ ഉള്ളൂ, അയാളെ പോണമെങ്കിലും മരണേ ഉള്ളൂ. ഇയാളെ രണ്ട് മക്കളെയും ഉപേക്ഷിച്ച് പോകത്തക്ക രീതിയിൽ അയാൾക്ക് എന്താ മെച്ചമുള്ളത്? എന്താ അയാൾ അത്രയും നല്ലവനാണോ? ആരെ? അയാള് അത്രയും നല്ല ഒരാളാണോ? ഉണ്ണിയാ? ഉണ്ണി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ആത്മാർത്ഥം? എന്താ ആത്മാർത്ഥം? ആത്മാർത്ഥം ഒരു ഭാര്യയുള്ള ഒരു ഭാര്യ, ഭർത്താവുള്ള ഒരു ഭാര്യയെ കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയെ വന്ന് അയാൾ പോയല്ലോ, ഈ ഒരു കാരണം കൊണ്ടല്ലേ പോയത്. അപ്പൊ എവിടെ പോയി ആത്മാർത്ഥം? എവിടെ പോയി? അയാൾക്ക് അയാളുടെ ഭാര്യയോടില്ല ആത്മാർത്ഥം. അയാളുടെ സ്വന്തം ഭാര്യയും മക്കളോടില്ലാത്ത ആത്മാർത്ഥം നിങ്ങൾ വേറൊരുത്തന്റെ ഭാര്യയുടെ അടുത്ത് വരുമോ? നിങ്ങളെ ഇനി എത്രയായാലും ഈ ലോകം എന്താ പറയാൻ പോകുന്നത്? രാജുവിന്റെ ഭാര്യ അല്ലേ? ഉണ്ണീരെ ഭാര്യ എന്ന് പറയോ? ഒരിക്കലും പറയില്ല. ഉണ്ണീരെ വെപ്പാട്ടീനെ പറയുള്ളൂ. അയാൾ ഉപേക്ഷ പോലെ ഒരിക്കലും ഉഷ വിചാരിക്കേണ്ട കേട്ടോ. ഉഷ തന്റെ ഭാര്യയെ വിട്ട് ഒരു തീരെടുത്ത് എപ്പോ വരാനൊക്കെ അവൻ മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാരെടുത്ത് പോകും. അതിൽ യാതൊരു സംശയമില്ല. എന്താ ആത്മാർത്ഥത? സ്വന്തം ഭാര്യ വിട്ടിട്ട് വന്നവന്റെ അടുത്ത് എന്താ ആത്മാർത്ഥത നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പറയോ, എന്താ ആത്മാർത്ഥത നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പറ ഉഷ. എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ട്. രാജു, അയാൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഭാര്യയല്ലേ നോക്കോ? അയാള് അവൻ നല്ലവനാണോ? അല്ല, അവൻ നോക്കത്തില്ല, വഴി തെള്ളും. യാതൊരു മാറ്റവും എനിക്ക് ഉറപ്പുണ്ട്. വഴി തെള്ളും. ഞാൻ പോയി തെള്ളും. ഉഷ നിൽക്ക്. അവൻ വഴി തെള്ളും. അവന്റെ രീതി, അവന്റെ നടത്തി, അവന്റെ പോക്കും, ആൾക്കാരുടെ സഹകരണം, ആളിനെ മയക്കെടുക്കുക, അത് തന്നെ അവന്റെ സഹകരണം. അവൻ നല്ലവനല്ല. പറയാൻ കാരണം എന്താ? അവനെ പറ്റി അറിയാം. കുറച്ചാളെ അവന്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. അവന്റെ രീതി എനിക്കറിയാം. അതെന്താ, അവന് വേറെ പെണ്ണുങ്ങളായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നോ? അപ്പൊ പലയിടത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവന്റെ വണ്ടി കത്തിക്ക് ഈ ഒരു പ്രശ്നമാണ്. ഏത് പ്രശ്നം? പല പെണ്ണുങ്ങളുള്ള പ്രശ്നം. അവന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, വണ്ടി കത്തിച്ചോ? നാട്ടുകാർ കത്തിക്ക്. വണ്ടി കത്തിച്ചോ? അല്ലാന്ന് പറയട്ടെ. ആരെ എന്തിനാ കത്തിച്ചത്? അത് ഞാനും കൂടെ ഉള്ളപ്പോ തന്നെ കത്തിച്ചത്. അല്ല, എന്തിനാ? അല്ലില്ല, ഇവളില്ല, എന്തിനാ തമ്മിൽ ഇടപെട്ടതിന് കൊണ്ടുവന്ന് അതൊക്കെ വെറുതെ. സത്യം. ഇത് അവൻ വേറെ ഇടപാടുകളുണ്ട്, പല രീതിയിലുണ്ട്. ഇത് കള്ളം പറയത്തില്ല ഞാൻ. പല രീതിയിലുണ്ട്. എന്റെ വീട്ടിൽ തന്നെ വേറെ ഉണ്ട്. സംഭവം നടന്നിട്ട് എത്ര കാലമായി? ഈ സംഭവം നടന്നതിന് ശേഷം ഇതൊക്കെ നടക്കുന്നത്. ഇതല്ല, ഇവളല്ല വേറെ ഇടപാട് എന്റെ വീട്ടിനടുത്ത് പരിസരത്തുണ്ട്. അവന്റെ പെണ്ണിന് ഇപ്പം അവന്റെ പെണ്ണ് അവന്റെ പരാതി കൊടുത്തിട്ടുണ്ട്. പെണ്ണ് എല്ലാം എഴുതി പരാതി കൊടുത്തിട്ടുണ്ട്. പെണ്ണ് ഇവിടെ വരത്തില്ല. ഒരു 19 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. നാണക്കേട് കൊണ്ട് വരത്തില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്തില്ല? ഒരു പെണ്ണുണ്ടല്ലോ, ആണായിട്ട് പോട്ടെ, ഒരു പെണ്ണിന്റെ അവന്റെ കല്യാണം കെട്ടിച്ചു കൊടുത്ത വീട്ടില് കെട്ടിച്ചു കൊടുത്ത വീട്ടില് അവരുടെ അമ്മായിയമ്മ അച്ഛനൊക്കെ ആ പെണ്ണിനെ എന്തായിരിക്കും വിചാരിക്കുന്നത്? എത്ര വർഷം കൊണ്ട് നാണം കെട്ട് കിടക്കി. അവരെല്ലാം അറിഞ്ഞു. നാണം കെട്ട കേസുകളെല്ലാം അറിഞ്ഞു തന്നെ കിടക്കി. അവര് അറിഞ്ഞു കഴിഞ്ഞു. നാണം കെട്ട കേസുകളെല്ലാം അവർ അറിഞ്ഞു. അപ്പൊ നിങ്ങളല്ലേ ഇതിന്റെ കാരണം? ഉഷ, ഒന്ന് ആലോചിച്ചു നോക്കാം. ഓരോ അമ്മമാരും എന്തെല്ലാം ചെയ്യുന്നു മക്കൾക്ക് വേണ്ടി. അവള് ചീത്ത വിളിച്ച് അവള് എല്ലാം ചെയ്ത് മോള് പറയുന്ന അപ്പുറം അച്ഛൻ കേൾക്കില്ല. മോള് പറയുന്ന അപ്പുറം അച്ഛനൊരു മാറ്റവും വരില്ല.
അത്ര നിങ്ങൾ എന്തിനാ അവന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ പോയി വാടകയ്ക്ക് എടുത്ത് താമസിച്ചത്? ആ മകളുടെ വീട്ടിന്റെ അടുത്ത് തന്നെ അവനുമായിട്ട് ആ ഉണ്ണിയുമായിട്ട് വീടെടുത്ത് പോയി താമസിക്കാമോ? പറ, എന്ത് നാണക്കേടാ കൊച്ചിന്? എന്തിനാ അവന്റെ വീട്ടിന്റെ മുന്നേ കൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും? എങ്ങനെ അങ്ങനെ മനസ്സ് വന്നു? പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കും. ഇത് നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. മോളുടെ ജീവിതം കൂടെ നോക്കേണ്ടതായിരുന്നല്ലോ. നോക്കിയെല്ലാം നിന്നിട്ട് തന്നെ ഇപ്പോൾ അവരും എല്ലാം അറിഞ്ഞു, നാണം കെട്ടു. എല്ലാ കേസിലും ഇനി നാണം കെടാൻ ഇനി ആരുമില്ല, ഇനി മൊത്തം അറിഞ്ഞു. ഇതൊക്കെ എല്ലാ ആണുങ്ങൾക്ക് ചില സമയം അവർക്ക് ജോലി ഉണ്ടാവും, ചില സമയം ജോലി ഉണ്ടാവില്ല, ചില സമയം ദേഷ്യത്തിൽ അടിച്ചെന്ന് വരും. അടിക്കുന്നത് തെറ്റ് തന്നെയാണ്, ഞാൻ പറഞ്ഞു, അടിക്കുന്നത് തെറ്റ് തന്നെ. അടിക്കുന്നതല്ല, തല്ലി ചതച്ചിട്ടേ ഉള്ളൂ. അടിയിടിയൊന്നുമല്ല, എൻ്റെ വയറ് ചവിട്ടിക്കലക്കി. ഈ അടിയേറി 3 ഇടിയിട്, അത് കറുത്ത് അടിച്ചത് ഈ സംഭവം സംഭവത്തിന് മുമ്പേയും എന്നെ ഞാൻ വയറ്റോടിരുന്ന് എന്റെ മോന് 3 മിണ്ടായിരിക്കും, ഒരു നിമിഷം മിണ്ടായിരിക്കും. ഈ സംഭവത്തിനാണ് അടിച്ചതെങ്കിൽ അല്ല, ഈ സംഭവത്തിനാണ് അടിച്ചത്. ശരിക്കും ഈ സംഭവം കഴിഞ്ഞ ദിവസം ഈ അടി നടക്കുന്നത് അതിന്റെ പേരിൽ എന്റെ മോനെ കൊണ്ട് ഇവിടെ എന്നെ അടിപ്പിക്കതാ. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. വെറും കള്ളത്തരോ, വെറും കള്ളമാണ് പറയുന്നത്. വീട്ടിൽ കള്ളം 10 കൊല്ലമായിട്ട് ഒരു ഭർത്താവിനെ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇയാളെ മറച്ചിട്ട് നിങ്ങൾ ഒരു ജീവിതം ജീവിച്ചിരിക്കുക. നിങ്ങൾ എന്ത് സ്ത്രീയാണ് ഉഷ? ഞാൻ ചോദിക്കാണ്. നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ. ഡൈവോഴ്സ് മേടിച്ചിട്ട് പോ. നിങ്ങൾ ഒഴിയാമാതായിട്ട് എന്നെ ഇങ്ങനെ കൊല്ലാൻ നടക്കുക. അയാൾ ഒഴിയത്തില്ല. അത് പറഞ്ഞ് പല രീതിയിലും പറഞ്ഞ് പരിചയം എന്നെ വിളിച്ചുകൊണ്ട് ഇനി കൊല്ലാനാ ഒരു വാള് കൊണ്ടുവന്ന് എന്റെ തലണക്കിടയിൽ വെച്ചിരുന്നു എന്നെ കൊല്ലാനായിട്ട്, തമിഴ്നാട്ടിൽ നിന്ന്. നിങ്ങൾക്ക് ബന്ധം ഒഴിവാക്കാനായിട്ട് പെറ്റീഷൻ കൊടുക്കായിരുന്നല്ലോ കുടുംബ കോടതി? കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പിന്നെ പോയി എഴുതി മേടിച്ച് ഞാൻ തിരിച്ച് പെറ്റീഷൻ കൊണ്ടു കൊടുത്തായിരുന്നു. അതെന്തിന്? അത് കേസ് കണ്ടസ്റ്റ് ചെയ്യായിരുന്നല്ലോ. മുന്നോട്ട് തുടർന്ന് ഞാൻ കൊണ്ട് കൊടുത്തത് തന്നെ. അല്ല, കോടതിയിൽ എന്തുകൊണ്ട് എത്ര കൊല്ലത്തിന് മുമ്പ് കൊടുത്തു? നിങ്ങൾ എത്ര കൊല്ലത്തിന് മുമ്പ്? 2-3 കൊല്ലം ആവും. അല്ല, ഈ ബന്ധം തുടങ്ങി 10 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഈ കൊടുക്കുന്നത്? ബന്ധം തുടങ്ങി 10 കൊല്ലം, ഇപ്പൊ 2 കൊല്ലത്തിന് മുമ്പാണോ നിങ്ങൾ കൊടുക്കുന്നത്? 3 കൊല്ലം. അത് കൊടുത്ത എപ്പോഴെന്നറിയാം? ഞാൻ പറയുന്നത് 2 വീട് വടക്കിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കണ്ട ഓടി എന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഈ പോണി കൂടെ ഇവിടെ വടക്കും ചീത്തെല്ലാം വിളിച്ച് അതിനാണ് ഇവിടെ കൊണ്ട് പരാതി കൊടുത്തത്. അല്ല, അത് വനിതാ സെല്ലിലല്ലേ കൊടുത്തത്? കുടുംബ കോടതിയിൽ കൊടുക്കായിരുന്നല്ലോ മാഡം. ഈ സംഭവം കാരണം ഇവിടെ അവരെ വീട്ടിന് മുമ്പ് ഇവിടെ എങ്ങനെ പോയത്? ഈ സംഭവം കഴിഞ്ഞാൽ എൻ്റെ മരുമൻ്റെ അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞറിയാം, മേലെ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ നിന്റെ മോളെ കാണാൻ വരെ അവിടെ കാലും കുത്തിപ്പോയിരുന്നു. ഈ സംഭവം കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ പറഞ്ഞു? എൻ്റെ അടുത്ത് പറഞ്ഞു. കണ്ടോ, അവരുടെ ആ ബന്ധവും തീർന്നു, അച്ഛനും മകളുള്ള ബന്ധവും കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ മകൻ്റെ മരുമകൾ എന്തെല്ലാം പറയും? നിങ്ങളുടെ അമ്മയല്ലേ എന്തെങ്കിലും മകനൊരു വാക്കിന് ആ മകളെ പറയാനൊക്കോ? ഭാര്യ പറയാനൊക്കോ? ഭാര്യയോട് പറയുന്നു അന്നൊന്നും മിണ്ടണ്ട, നിങ്ങളെ അമ്മയെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറയില്ലേ? നിങ്ങൾക്ക് എത്ര പ്രായമായി? 45 വയസ്സ് കഴിഞ്ഞു. അല്ല, 53 വയസ്സ്. എനിക്ക് 53. അയ്യോ അല്ല സാറേ, എനിക്ക് അറിയത്തില്ല. എനിക്ക് 60 വെറും കള്ളത്തരം, പച്ച കള്ളത്തരം. 53 വയസ്സല്ല എന്നെ പറ്റി എനിക്ക് നല്ലോണം എന്റെ അമ്മയ്ക്ക് അറിയാം. അന്നിട്ട് എന്നെ വിളിക്കും കളിയാക്കി മുതുക്കി നമ്മുടെ 53 വയസ്സാണ്. അയാളെ കണ്ണു വരെ മുഖത്തില്ലായിരുന്നു എന്നെ അന്ന് കെട്ടാൻ. പിന്നെ പുറക്കെ എന്തിനു നടന്ന് എന്നെ കെട്ടില്ല, എന്നെ വിളിച്ചോണ്ട് പോവാൻ രഹസ്യമായിട്ടങ്ങ് ഇറങ്ങി ചെല്ല്. ഗാർഹിക പീഡനത്തിന് കൊടുക്കായിരുന്നു, അതല്ലെങ്കിൽ 498 കൊടുക്കായിരുന്നു. ഇത്രയും പ്രൊഫഷനുള്ള വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്നതാണ് അതിന്റെ. എന്നാ പിന്നെ നിയമമൊക്കെ എന്തിനാ ഈ നാട്ടില്? എന്റെ അയലത്ത് ചോദിച്ചാറ് എന്റെ സ്വഭാവം അറിയാം. എന്നിട്ട് ഞാൻ പോകുന്നത് ഞാൻ നിന്നെ വിളിക്കാം, എന്റെ കൂടെ വരെ വിളിക്കാം. എനിക്ക് മനസ്സിലായിരുന്നു, ഞാൻ വിളിക്കായിരുന്നു. വരാതെ നീ ഞാൻ പോകാൻ കാത്തിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പോകാൻ കാത്തിരുന്നു. ഓ, ഞാൻ ചോദിക്കണം, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പോകാൻ കാത്തിരുന്ന ഈ ബ്ലേഡിന് പൈസ എടുത്ത് അത് ആർക്ക് കൊടുത്ത് നീ കൊണ്ടുകൊടുത്ത്? ആര് കൊണ്ടുകൊടുത്ത്? കൊടുത്തെങ്കിൽ എനിക്കറിയാൻ തിരിച്ചു കൊടുക്കും. നീ ആര് കൊണ്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ നീ ആര് കൊടുത്തെന്ന് പറഞ്ഞാൽ മേടിച്ചത്? ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ ഞാൻ സ്വന്തം അനിയത്തിക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ മേടിച്ചത്. ഞാൻ തിരിച്ചു കൊടുക്കാൻ. അല്ല, ഒരു കാര്യം, ഈ ഉണ്ണി എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ? അത് അതിനു മുമ്പ് വേറെ ആണുങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു? അത് എനിക്ക് അറിഞ്ഞൂടാ.
അല്ല അത് നിങ്ങളുടെ അറിയാത്ത കാര്യം പറയരുത്, അറിയാവുന്ന കാര്യം മാത്രം പറയും. അങ്ങനെ നടക്കരുത്. ഈ പൈസയുടെ കാര്യം നമ്മൾ പറയണ്ടേ, അല്ല വേറെ അതല്ല, ഒന്നുമില്ല. വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ഉണ്ണി അല്ലാതെ വേറെ ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു നിങ്ങളുടെ അറിവിലോ, അല്ലെങ്കിൽ നാട്ടുകാര് അത് എന്തെങ്കിലും എനിക്കറിയില്ല. വേറെ ആരും എനിക്ക് ഉണ്ണിയായിട്ടുള്ള ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളൂ? വേറെ വേറെ ആണുങ്ങളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല ഈ നിങ്ങളല്ല, സംഭവം നാട്ടുകാര് ഇവരുടെ സ്വഭാവത്തെ പറ്റി മറ്റാണുങ്ങളെ പറ്റി പറഞ്ഞിരുന്നോ എന്നാ ചോദിച്ചത്. ഇല്ലില്ല. ഉണ്ണിയമ്മത്ത് ആദ്യ അവസാനം ഉണ്ണി തന്നെയാണല്ലോ. അനിയത്തിയുടെ പേരും പറഞ്ഞ് പൈസ മേടിച്ചു കൊടുക്കുമായിരുന്നു. അനിയത്തി സാരി മേടിച്ചു കൊടുത്ത് ഇതാണ് എല്ലാം മേടിച്ചു കൊടുക്കുന്നവനാണ്. ഇതിനകത്ത് അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ആണോ? നിങ്ങൾ കണ്ടല്ലോ ഉഷ എത്ര വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. അകാരണമായി ഉഷ തന്നെ ഭർത്താവിനെ വെറുക്കുകയാണോ? നമുക്ക് കാത്തിരിക്കാം ഉഷയുടെ മനസ്സിൽ പ്രണയത്തിന്റെ കടൽ തീർത്ത ഉണ്ണിയുടെ വരവിനായി.